ഹലോ ഡിയേഴ്സ്, ഐറൻ ഫാഷൻ കോർണറിലേക്ക് ഏറിയൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ തമ്പനയിൽ കാണുന്ന പോലെ ആ ഒരു സൈഡിലെ കട്ടിങ് വരുന്ന ഒരു പാറ്റേൺ ആണ് കാണിക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് കട്ട് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് എന്നുള്ളത് ഞാൻ ഒന്ന് പറഞ്ഞു തരാം. ബേസിക്കായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ബാക്ക് പാറ്റേൺ ഇന്നലെ കട്ട് ചെയ്ത ബാക്ക് പാറ്റേൺ ആണ്. അപ്പോൾ അതിൽ നമ്മൾ സ്ലിറ്റ് ഇട്ടാണ് ചെയ്ത് കാണിച്ചിരുന്നത്. ഇവിടെ ഇന്ന് സ്ലിറ്റ് ഇടാതെ എ ലൈനിൽ നമുക്ക് എങ്ങനെ കട്ട് ചെയ്തെടുക്കാമെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ഞാൻ ഇന്നലത്തെ ബാക്കിലെ പാറ്റേൺ ഇവിടെ എടുത്ത് വെച്ചിട്ട് അതേ അളവിൽ ഹിപ്പ് ലൈൻ വരെ വരച്ചെടുക്കുകയാണ്. താഴത്തെ ലെങ്ത്തും അതുപോലെ തന്നെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്കിവിടെ കൃത്യമായിട്ട് കാണുന്നുണ്ടോ? എന്തോ ഒരു മിസ്റ്റേക്ക് അല്ലേ? കൃത്യമായിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇവിടെ കൃത്യമായിട്ട് ഡാർക്കൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഹിപ്പ് ലൈനിൽ നിന്ന് താഴേക്ക് നമ്മൾ എ ലൈനിന് വേണ്ടുന്ന പോലെ ഒന്ന് വരച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഷീറ്റിൽ ഇപ്പോൾ കുറച്ച് താഴെ ആ ഒരു പൊടിക്കിച്ചിരി കുറവ് കാണിക്കുന്നുണ്ട്. നമുക്ക് എത്രത്തോളം വിരിവ് വേണോ അതനുസരിച്ച് നമുക്കവിടെ വരച്ചെടുക്കാം കേട്ടോ. മെറ്റീരിയൽ വിഡ്ത്ത് ഉണ്ടാവും, ആ വിഡ്ത്ത് അനുസരിച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ താഴത്തെ കർവ് കുറച്ചൊന്ന് കൂട്ടി കൊടുക്കണമെങ്കിൽ അതും അഡ്ജസ്റ്റ് ചെയ്ത് എടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ബാക്ക് പാറ്റേൺ അങ്ങനെ തന്നെ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി അത് ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ആവശ്യാനുസരണം. അപ്പം നമ്മൾ ആ കട്ടിങ് പോർഷൻ ഒന്ന് സ്പീഡിൽ കാണിച്ചുവാണ്. അപ്പോൾ നിങ്ങളതനുസരിച്ച് മെറ്റീരിയൽ കട്ട് ചെയ്തെടുക്കുക. അല്ലെങ്കിൽ പാറ്റേൺ ആണ് ആദ്യം കട്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതൊന്ന് കട്ട് ചെയ്തെടുക്കുക. അത് കഴിഞ്ഞ് നമ്മൾ ഒന്നും കൂടി ഒന്ന് വെച്ച് കാണിക്കുന്നതാണ് കാണിക്കുന്നത്. എക്സ്ട്രാ നമുക്ക് അവിടെ എ ലൈന് വേണ്ടുന്ന പീസ് അവിടേക്ക് എടുക്കുന്നുണ്ട്. അപ്പോൾ ബാക്ക് പാറ്റേൺ നമ്മുടെ കയ്യിലായി. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഫ്രണ്ടിലെ പാറ്റേൺ നമുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ കൺഫ്യൂഷനൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടി നമ്മളവിടെ എഴുതി വയ്ക്കുകയാണ് ബാക്കാണ് എന്നുള്ളത്. പിന്നെ അതുപോലെ തന്നെ സീം എലവൻസ് സൈഡിലുള്ളതും താഴെ ഉള്ള സീം എലവൻസും എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ വരച്ചെടുത്തിരിക്കുന്നത്. ഇനി ഫ്രണ്ടിലേക്ക് വേണ്ടുന്ന ആ ഒരു പീസിന് വേണ്ടുന്ന മെറ്റീരിയൽ പാറ്റേൺ ചെയ്തെടുക്കുന്നതാണ് ഇവിടെ കാണിക്കുന്നത്. ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് പേപ്പറിൽ കാണിക്കുന്നു. പക്ഷേ നിങ്ങളെടുക്കുന്ന മെറ്റീരിയലിന് വിഡ്ത്ത് എത്രയുണ്ടെന്നുള്ളത് കൃത്യമായി കണക്കാക്കിയിട്ട് നിങ്ങളൊന്ന് മടക്കിയെടുക്കുക കേട്ടോ. ഇപ്പോൾ ഓൾറെഡി നമുക്ക് വിഡ്ത്തുള്ള മെറ്റീരിയൽ ആയിരിക്കും നമ്മുടെ കയ്യിലുണ്ടാവുന്നത്. ഞാനിപ്പോൾ ഈ ഷീറ്റ് വെറുതെ വേസ്റ്റ് ആക്കണ്ടല്ലോ എന്നോർത്തിട്ട് ഒന്ന് എക്സ്ട്രാ എടുക്കുന്നതാണ്. അപ്പോൾ ഇത് കൃത്യം ആ ബാക്കിലെ മെഷർമെൻ്റ് അനുസരിച്ചാണ് ഞാൻ വെച്ച് കാണിക്കുന്നത്. ഇനി നമുക്ക് ഇത്രയും പോരാ, ഒരു കുറച്ചും കൂടി നമുക്ക് അവിടെ ഗ്യാപ്പ് കിട്ടണം. എന്നാലാണ് നമുക്ക് ആ സൈഡിലേക്ക് ഗ്യാദേഴ്സ് ഇട്ട് കൊടുത്ത് കട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ കുറച്ചും കൂടി ഞാൻ അവിടെ കൂട്ടിയെടുത്തിട്ടുണ്ട്. നമ്മൾ മെറ്റീരിയലിലേക്ക് കട്ട് ചെയ്യുമ്പോൾ മെറ്റീരിയലിന് അവിടെ വേണ്ടുന്ന ആ വിഡ്ത്ത്, മെറ്റീരിയലിൻ്റെ വിഡ്ത്ത് എത്രയാണോ അത് ഫുള്ളായിട്ട് നമ്മൾ എടുക്കാം കേട്ടോ. അപ്പോൾ അത്രയും നമുക്ക് അവിടെ ഗ്യാദേഴ്സിന് കൊടുക്കാനായിട്ട് കിട്ടും. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. മെറ്റീരിയലിലേക്ക് കട്ട് ചെയ്യുമ്പോഴുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. മെറ്റീരിയൽ എത്ര വിഡ്ത്തുണ്ടോ അതനുസരിച്ച് നമ്മൾ എടുക്കുക എന്നുള്ളത്. ഇപ്പോൾ ഈ ബാക്ക് പാറ്റേൺ നമ്മൾ ഫ്രണ്ട് പാറ്റേണിന് വേണ്ടുന്ന പീസിൻ്റെ മേലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഷോൾഡറിൻ്റെ പോർഷൻ ഞാൻ അവിടെ വരച്ചു കൊടുത്തു. ഇനി ആം ഹോളിൻ്റെ പോർഷനും അതുപോലെ തന്നെ ഒന്ന് വരച്ചെടുക്കുകയാണ്. താഴേക്ക് വേസ്റ്റ് ലൈൻ വരെയാണ് ഞാൻ വരച്ചെടുക്കുന്നത്. വേസ്റ്റ് 14 ഇഞ്ചിലാണ് ഉണ്ടെങ്കിൽ അവിടം വരയ്ക്ക് നമ്മൾ ആ ഷേപ്പ് ഒന്ന് വരച്ച് എടുക്കുകയാണ് കേട്ടോ. അതിനുശേഷം അതിൻ്റെ താഴേക്കുള്ള പോർഷനിലാണ് നമ്മൾ മാറ്റം വരുത്തുന്നത്. അപ്പോൾ ആ വേസ്റ്റ് പോർഷൻ്റെ ആ ലൈൻ കൃത്യമായിട്ടൊന്ന് അപ്പുറത്തേക്ക് നമ്മൾ ലൈൻ ചെയ്ത് കൊടുക്കുകയാണ് വിഡ്ത്ത് വൈസ്. ഇനി താഴെ ലെങ്ത്തും നമ്മൾ കുറച്ചും കൂടിയും കൂടുതൽ എടുക്കുന്നുണ്ട്. 1 ഇഞ്ച് അല്ലെങ്കിൽ 1.5 ഇഞ്ച് നമ്മൾ എക്സ്ട്രാ ആയിട്ട് കൊടുക്കാം. നമുക്ക് വേസ്റ്റ് പോർഷനിൽ ചെറിയൊരു കട്ടിങ് വരും. അപ്പോൾ അവിടെ ജോയിനിങ് വരുമ്പോഴത്തേനും ഏകദേശം ഹാഫ് ഇഞ്ച് വെച്ച് 1 ഇഞ്ച് പോവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ 1 ഇഞ്ചാണ് നമ്മൾ താഴെ എക്സ്ട്രാ ആയിട്ട് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ മേലെന്ന് കട്ട് ചെയ്ത് വരുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. നമ്മൾ എക്സ്ട്രാ ആ ലൈൻ കൊടുത്തിട്ടുണ്ടല്ലോ, അതിൽ 3 ലൈനിൽ നടുക്കത്തെ ലൈനിൽ കൂടെ വേണം നമുക്ക് കട്ട് ചെയ്ത് വരാനായിട്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട്. സീം എലവൻസ് ഇൻക്ലൂഡ് ചെയ്ത് കട്ട് ചെയ്യുന്നത് കൊണ്ടാണ് കേട്ടോ നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മളവിടെ എന്താ പറയുക, സൈഡിൽ സീം എലവൻസ് എല്ലാം കൊടുത്തിട്ടുള്ളത് ഒന്ന് മാർക്ക് ചെയ്ത് കാണിക്കുന്നതാണ് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട്.
അത്രയും നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി കാണിക്കുന്നത് ഏത് ലൈനിലാണ് നമ്മൾ കട്ട് ചെയ്യേണ്ടത് എന്നതാണ്. ആ മേലെന്ന് സൈഡെല്ലാം ആം ഹോൾ കണക്കാക്കി നമ്മൾ പോരുന്നു. ആ സൈഡിൽ കൊടുത്തിരിക്കുന്ന 3 ലൈനിൽ നമ്മൾ സെൻറ്റർ ലൈനിൽ കൂടെയാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി ആ വേസ്റ്റ് വിഡ്ത്ത് ഉണ്ടല്ലോ, അതിൻ്റെ പകുതി കണ്ട് നമ്മളൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. പകുതി വരയ്ക്ക് നമുക്ക് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാനായിട്ടുള്ളതാണ്. അപ്പോൾ വേസ്റ്റ് വിഡ്ത്ത് എത്രയാണെന്നുള്ളത് കണക്കാക്കി ഒരു 10 ഇഞ്ചൊക്കെയാണ് വേസ്റ്റ് വിഡ്ത്ത് വരുന്നേ. ഇപ്പം ഇങ്ങനെ ഇട്ട് കട്ട് ചെയ്ത നിലയ്ക്ക് 10 ഇഞ്ചാണെങ്കിൽ 5 ഇഞ്ച് വരയ്ക്ക് നമുക്കിങ്ങനെ ഈ കാണുന്ന രീതിയിൽ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. അവിടം വരയ്ക്ക് കട്ടിങ് ഇട്ട് നിർത്താനുള്ളതാണ്. ഇപ്പോൾ ആ പറഞ്ഞ രീതിയിൽ നമ്മളൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കട്ട് ചെയ്തെടുക്കുകയാണ്. താഴെ നമ്മൾ എത്രയാണോ മാർക്കിംഗ് കൊടുത്തത് അതനുസരിച്ച് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. ഒന്ന് കർവ് ചെയ്തും കൊടുത്തിട്ടുണ്ട് കേട്ടോ താഴത്തെ സൈഡ്. ഇനി മേലെ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് നമ്മൾ വരച്ച ലൈനിൽ നമ്മളൊന്ന് കട്ട് ചെയ്ത് വരാണ്. ആം ഹോൾ കട്ട് ചെയ്ത് സൈഡിൽ സീം അലവൻസ് അടക്കം ഇൻക്ലൂഡ് ചെയ്തിട്ട് നമ്മൾ കട്ട് ചെയ്ത് വരുന്നു. അവിടെ വരുമ്പോൾ ആ 3 ലൈനിൽ രണ്ടാമത്തെ ലൈനിൽ സെൻറ്ററിൽ കാണുന്ന ആ ലൈനിൽ കൂടെയാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. അപ്പോൾ ദാ ഇങ്ങനെയാണ് നമുക്ക് കട്ട് ചെയ്ത് എടുക്കേണ്ടത്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ആ വരച്ച് നിർത്തിയിട്ടുള്ള അത്രയും വരയ്ക്ക് നമ്മളൊന്ന് കട്ട് ചെയ്ത് നിർത്തേണ്ട ആവശ്യമുണ്ട് കേട്ടോ. അത് നമുക്ക് അവിടെ ഫ്ലീറ്റ് ഇട്ട് കൊടുക്കാനായിട്ടുള്ള ഒരു ഗ്യാപ്പാണ്. അപ്പോൾ ആ ഒരു ഗ്യാപ്പിലേക്കാണ് നമുക്ക് ആ ഫ്ലീറ്റോ ഗാദേഴ്സോ എന്താണ് നമ്മൾ കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ അതിനെ ഉൾക്കൊള്ളിക്കേണ്ടത്. സൈഡിൽ 1.5 ഇഞ്ച് സീം അലവൻസ് വന്നിട്ടുണ്ടല്ലോ, അവിടെ നമുക്ക് പ്ലെയിൻ ആയിട്ട് തന്നെ കിടക്കണം കേട്ടോ. അവിടേക്ക് ഗാദേഴ്സ് കൊടുക്കേണ്ട കാര്യമില്ല. അവിടെ പ്ലെയിൻ ആയിട്ട് വരുന്ന രീതിയിൽ വേണം നമ്മൾ ഗാദേഴ്സ് അറേഞ്ച് ചെയ്യാനായിട്ട്. അപ്പോൾ ഇങ്ങനെ ഞാൻ സെറ്റാക്കി തരുന്ന കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് എങ്ങനെയാണ് അത് ചെയ്തെടുക്കേണ്ടതെന്നുള്ളത് ഒരു ഐഡിയ നിങ്ങളുടെ മനസ്സിൽ വന്നിട്ടുണ്ടാവും. ഇങ്ങനെ നമ്മൾ പിടിച്ചു കൊടുത്ത് മറുപുറമിട്ട് നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ തുമ്പ് അവസാനിക്കുന്നിടത്ത് ഉള്ളിലേക്ക് വരുന്ന ആ ഒരു പോർഷനിൽ നമ്മൾ വളരെ മൈന്യൂട്ടായിട്ട് നമ്മൾ ടക്കിട്ടെടുക്കുന്ന പോലെ വേണം സ്റ്റിച്ച് കൊണ്ടുവന്ന് നിർത്താനായിട്ട്. ശേഷം നമ്മൾ എന്തെങ്കിലും ലേസോ എന്തെങ്കിലുമൊക്കെ ഒന്ന് വെച്ച് കൊടുത്ത് അവിടെ ഭംഗിയാക്കി ഫിനിഷ് ചെയ്ത് എടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ എയർലൈൻ കുർത്തിയിൽ ഇങ്ങനെ സൈഡ് ഗാദേഴ്സ് കൊടുത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്ന പാറ്റേൺ വരുന്നത്. ഇത് നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഫ്രണ്ടിലെ കൈക്കുഴി നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യം ഇവിടെ ഉണ്ട് കേട്ടോ ഫ്രണ്ടിലെ പാറ്റേണിൽ. അപ്പോൾ ട്രൈ ചെയ്തിട്ട് എന്തായാലും കമൻറ്റ് അറിയിക്കാം കേട്ടോ. അപ്പോൾ അടുത്ത ദിവസം മറ്റു നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ അതുവരയ്ക്കും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് നമ്മളെ അറിയിക്കുക. അപ്പോൾ ബൈ. ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്.